തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലേക്ക് നീങ്ങി നാട് മുഴുവൻ തെരഞ്ഞെടുപ്പിന്റെ പ്രകടനവും മുദ്രാവാക്യം വിളികളും വാഹന പ്രചരണ ജാഥകളും യാത്രകളും മൈക്ക് അനൗൺസ്മെന്റ് ഒക്കെ നടക്കുമ്പോൾ ഇപ്പുറത്ത് സോഷ്യൽ മീഡിയയും പ്രത്യേകിച്ച് സാറ്റലൈറ്റ് ചാനലുകളും പത്രങ്ങൾ അത്രയില്ല ചാനലുകളും അശ്ലീല വീഡിയോ കഥകളും മസാല ബോണ്ട് എന്ന് പറഞ്ഞാൽ മറ്റേ മസാല ബോണ്ടല്ല, കേരള മസാല ബോണ്ട് ഇറക്കി നമ്മൾ കളിക്കുകയാണ്. അതിനകത്ത് സൈബർ ഇടത്തിനാണ് നല്ല രസകരമായ കാര്യം. ശരിക്കും പറഞ്ഞാൽ ഈ കേസ് ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് കൊണ്ടുവന്നതിൽ BJPക്കും പങ്കുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. കോൺഗ്രസിലെ ഒരു വിഭാഗം, പ്രത്യേകിച്ച് സതീശൻ വിഭാഗം, ഒരു സ്ട്രാറ്റജിക്കൽ മൂവ്മെന്റ് നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതാണ്. കാരണം തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് നമ്മുടെ ഇദ്ദേഹത്തിന്റെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നാൽ അത് കോൺഗ്രസിന് വലിയ തിരിവടിച്ചടിയാവുമ്പോൾ ഒരു 10 ദിവസം മുമ്പേ വരട്ടെ, അല്ലെങ്കിൽ 20 ദിവസം മുമ്പേ വന്നാൽ അത്ര വലിയ കുഴപ്പം വരത്തില്ല, ഇതങ്ങ് തേഞ്ഞു മാഞ്ഞു പോകുക. അതിനിപ്പോൾ അറസ്റ്റ് ചെയ്തല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തു. അതിന്റെ ബന്ധപ്പെട്ട അറസ്റ്റുകളൊക്കെ നടന്നു കഴിഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെ ഒന്നും വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്. അതിനിടയിലാണ് CPMന്റെ സൈബർ പോരാളികളും CPMന്റെ ആളുകളും വളരെ ഗൗരവമായി രംഗത്ത് വന്നിട്ടുണ്ട്. നീതി എവിടെ, അനീതിയാണ് നടക്കുന്നത്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ത്രീയുമായി ബന്ധം വരുന്നു, ഫേസ്ബുക്ക് ബന്ധം വരുന്നു. ആ സ്ത്രീ വിവാഹിതയാണെന്ന് അറിഞ്ഞില്ല എന്ന് ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു, പിന്നെ അറിഞ്ഞതായിട്ട് പറയുന്നു, ഒളിച്ചു വെച്ചതായിട്ട് പറയുന്നു, ഒളിച്ചു വെച്ചില്ല എന്ന് പറയുന്നു. ആ സ്ത്രീ ഡൈവോഴ്സ് ചെയ്തതാണ് എന്നുള്ളൊരു വാദം വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ അറിയുന്നില്ല, ഇങ്ങനെ ചർച്ചകൾ വരുന്നതാണ്. പിന്നെ അതിനുശേഷം അവർ ബന്ധപ്പെടുന്നു, അത് മാനസികമായി അടുക്കുന്നു, ശാരീരികമായത്തിലേക്ക് പോയി. പിന്നെ അവരെ ഗർഭചിത്രത്തിന്, മൂന്നാമത്തെ ശാരീരിക ബന്ധത്തിൽ അവർ ഗർഭിണിയാവുകയും ഗർഭചിത്രം നടത്താൻ അവർക്ക് ഗുളിക കൊടുത്തു വിടുകയും ചെയ്തു സഹപ്രവർത്തകന്റെ കയ്യിൽ. ഇതൊക്കെയാണ് കേസ്. അപ്പോൾ വളരെ ലളിതമായ ഒരു ചോദ്യം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? കേവലം ഒരു സെക്ച്വലായിട്ടുള്ള ഒരു ഇടപെടൽ മാത്രമായിരുന്നോ? എങ്കിൽ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ടില്ല? വിവാഹം കഴിച്ചോളാം, കല്യാണം കഴിച്ചോളാം, എൻ്റെ ഒരു കുഞ്ഞിനെ നീ പേറണം, അല്ലെ 5 കുഞ്ഞുങ്ങളെ നീ പ്രസവിക്കണം എന്ന് പറഞ്ഞു പോയാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ലാതെ ലൈംഗികമായി ഇഷ്ടമുള്ള എത്രയോ സ്ത്രീ പുരുഷന്മാർ, കല്യാണം കഴിച്ചവർ, കല്യാണം കഴിക്കാത്തവർ, എത്രയോ പേർ അങ്ങനെ ഇടപെടുന്നു, ബന്ധപ്പെടുന്നു. അവർ 2 കൂട്ടരും ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഈ ഭൂമിയിൽ നടക്കുന്നു, നമ്മുടെ ലോകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആരും ഇങ്ങനെ വിളിച്ചു കൂകി ബഹളമുണ്ടാക്കി നടക്കാറില്ല. ഇതൊരു പക്ഷേ രാഹുൽ മാങ്കൂട്ടമല്ല, ഒരു പൊളിറ്റിക്കൽ ലീഡർ അല്ലായിരുന്നെങ്കിൽ ഇതിന് വലിയ വാർത്താ പ്രാധാന്യമൊന്നുമില്ല. എത്രയോ പേർക്കെതിരെ എത്രയോ കേസുകൾ വഞ്ചിച്ചു, പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് വനിതാ കമ്മീഷനിലും പോലീസിലും ഒക്കെ വരുന്നു. അത് അതിന്റെ മെരിറ്റിൽ പോകുകയുള്ളൂ, അല്ല ഇതാരും ചർച്ച പോലും ചെയ്യത്തില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ, സാധാരണ ഒരു രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നെങ്കിൽ ഇവിടെ ഒരു മനുഷ്യൻ ഇത് ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷെ അതേ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാണ്, MLA ആണ്, ഭരണകക്ഷി, ഒരു കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആളാണ്. അപ്പൊ അദ്ദേഹത്തെ അടിക്കുന്നതിലൂടെ കോൺഗ്രസിനെ അടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് മറ്റുള്ളവരുടെ ചിന്ത. അപ്പൊ അദ്ദേഹത്തെ രക്ഷിച്ചുകൊണ്ടാണ് കോൺഗ്രസ് എപ്പോഴും ഇങ്ങനെ, കോൺഗ്രസ് അല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഇങ്ങനെ തന്നെയാണ്. അവസാനം അവരെ രക്ഷിക്കാൻ നോക്കി അവസാനം പാർട്ടി നാറ്റ കോട്ടയായതിനു ശേഷമായിരിക്കും കളയുന്നത്. അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ മുകേഷിന്റെ നോക്കൂ, മുകേഷ് ഇടതുപക്ഷത്തിൽ ഇപ്പോഴും തുടരുകയാണ്. എന്തുകൊണ്ട് മുകേഷിനോട് രാജിവെച്ചിട്ട് വീട്ടിൽ പോടെ, അല്ലെ കേസിനെ നേരിട്ടിട്ട് നിരപരാധിയാണെങ്കിൽ വാ എന്ന് പറയുന്നില്ലല്ലോ? അതുപോലെ തന്നെ എത്ര ആളുകൾ, എൽദോസ് കുന്നപ്പള്ളിയെ കുറിച്ച് ഇങ്ങനെ കേസുകൾ വന്നു, വിൻസെന്റിനെ കുറിച്ച് വന്നു, അങ്ങനെ ഒത്തിരി ആളുകളെ കുറിച്ച് ഇങ്ങനെ കേസുകൾ വരുന്നു. അപ്പൊ കേസുകളൊക്കെ വരുമ്പോൾ അവരോട് മാറി നിൽക്കണം എന്ന് പറയാനുള്ള ഒരു രാഷ്ട്രീയ ഔചിത്യം നമ്മൾ ആരും കാണിക്കുന്നില്ല, ഒരു പാർട്ടിയും കാണിക്കുന്നില്ല. എന്നിട്ട് പരസ്പരം കുറ്റപ്പെടുത്തും. നീ തെറ്റ് ചെയ്താൽ ഞങ്ങൾ തെറ്റ് ചെയ്തു, ഞങ്ങൾ തെറ്റ് ചെയ്തെന്ന് പരസ്പരം നീതിക്ക് വേണ്ടി പോരാടി ചാനലുകളിൽ കിടന്ന് ബഹളം കാണിക്കും. ചാനലുകൾ ഇത് വലിയൊരു ആഘോഷമാക്കി, വലിയ വാർത്തയാക്കി ഓരോ വിഷയങ്ങൾ വന്നു. അതിനിടയ്ക്കാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വേറൊരു പുരുഷ കേസരി വന്ന് പുരുഷന്മാരുടെ മൊത്തം കുത്തക എടുത്തിരിക്കുന്ന അദ്ദേഹം വന്ന് ഇങ്ങനെ ബഹളമൊക്കെ ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ വളരെ വലിയൊരു, അദ്ദേഹത്തിന് ലാപ്ടോപ്പ് പിടിച്ചെടുക്കാൻ പോകുന്നു. അപ്പൊ വലിയ വലിയ രീതിയിലുള്ള മാനങ്ങളിലേക്കാണ് ഈ കേസ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മാനത്തിലേക്ക് ഇത് പോകുന്നു? കേരളത്തിലെ പഞ്ചായത്ത് രാജ് തെരഞ്ഞെടുപ്പ് അടക്കുമ്പോൾ വളരെ കൃത്യമായി പ്രാദേശിക രാഷ്ട്രീയമോ സംസ്ഥാന രാഷ്ട്രീയമോ രാഷ്ട്രീയത്തിൽ അതുപോലെ വികസന കാര്യങ്ങളോ ഒന്നും കേരളത്തിൽ ചർച്ചയല്ല. എല്ലാവരും ചർച്ച ചെയ്യുന്നു. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് ദൂരെ യാത്ര ചെയ്തിരുന്നു. യാത്ര ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് വൈകുന്നേരമായിരുന്നു. അപ്പോൾ മിക്കവാറും ജംഗ്ഷനുകളിൽ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ നടക്കുന്നു. എല്ലാവരും പറയുന്നത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര പ്രാവശ്യം പോയി, എവിടെ പോയി, എങ്ങോട്ട് പോയി, ഇത് തന്നെയാണ് ആളുകൾ എടുത്തു വെച്ച് പ്രസംഗിക്കുന്നത്. സരിതയുടെ കാലത്ത് സരിതയുടെ കഥകളും കഥകളുമായിരുന്നു അന്നത്തെ പ്രസംഗം. സ്വപ്നയുടെ കാലത്ത് സ്വപ്നയുമായി. അപ്പൊ കേരളത്തിന്റെ രാഷ്ട്രീയം എവിടെ? ഇവിടെ GDPയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മഞ്ഞ് വളരെയധികം കൂടുകയാണ് ഇപ്പോൾ കേരളത്തിൽ, അതുമായി ബന്ധപ്പെട്ട കാലാവസ്ഥാ പ്രശ്നങ്ങൾ, അതുപോലെ കേരളത്തെ ഗുരുതരമായി ബാധിക്കുന്ന ഒരുപാട് സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക പ്രശ്നങ്ങളുണ്ട്.
അതുപോലെ വികസനത്തിന്റെ പ്രശ്നങ്ങളുമുണ്ട്. ഇതൊന്നും ചർച്ച ചെയ്യാതെ വളരെ മോശമായ രീതിയിലുള്ള താഴെ തട്ടിലുള്ള എല്ലാ ഹോൾഡറുകളും, അതായത് എല്ലാ ഫോൾഡറും, ഒന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സോഷ്യൽ മീഡിയ തുറന്നാൽ, സാറ്റലൈറ്റ് ചാനൽ തുറന്നാൽ എല്ലാവരും ഈ കൊണ്ടിയും പിടിച്ച് നടക്കുകയാണ്, കുറ്റിയും പിടിച്ച് നടക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തെ ഗ്ലോറിഫൈ ചെയ്യാൻ കേരള സമൂഹത്തിന് ശരിക്ക് എന്താണ് സംഭവിച്ചത്? ഒരു മനഃശാസ്ത്രപരമായ ചികിത്സ കേരളത്തിന് ആവശ്യമുണ്ട്. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ബലാത്സംഗമുണ്ട്, പിടിച്ചുപറിയുണ്ട്, ട്രാപ്പുണ്ട്, പറ്റിപ്പണ്ട് എല്ലാം, പക്ഷെ നിയമത്തിന്റെ വഴിക്ക് പോകും. ഇവിടെ മാത്രമാണ് അതൊരു ഗ്ലോറിഫിക്കേഷൻ ഓഫ് ഈ പറഞ്ഞ പോലെ പീഡനം പരമ്പര നടക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. അതിൽ നമുക്കൊരു രസമുണ്ട്. മലയാളിക്ക് ഒരു സൗന്ദര്യബോധമുണ്ട് അതിനകത്ത്. മലയാളിക്ക് ഒരു ശകലം മസാല ഉണ്ട്, ഒരു മസാല കൂട്ടി അടിക്കാൻ മലയാളി വളരെ മിടുക്കരാണ്. അതിലൂടെ ഇവിടെ നഷ്ടപ്പെടുന്നത്, നമ്മളിപ്പോൾ 3 മുന്നണിയും പ്രകടന പത്രിക ഇറക്കി, അത് തമ്മിലൊരു ചർച്ചയോ അത് വെച്ചുകൊണ്ടുള്ള മറ്റ് ഡിബേറ്റുകളോ ഡിസ്കഷനോ ഒന്നും നടക്കുന്നില്ല. മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങോട്ട് പോയി, രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതൊക്കെ ഹോട്ടലിൽ പോയി, അയാൾ എന്തൊക്കെ ചെയ്തു, ആരെ ചെയ്തു, എപ്പോൾ ചെയ്തു, പിന്നെ രാഷ്ട്രീയ നേതാക്കളാകട്ടെ, ഇവർ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ള വളരെ സീനിയർ നേതാക്കളും ഒക്കെ ഇതിനകത്ത് കൊണ്ട് തലവെക്കുകയാണ്. തലവെച്ച് അഭിപ്രായം അല്ലെ പറയാം, നോ കമന്റ് എന്ന് പറയണ്ടേ? ഉടനെ അദ്ദേഹം പറയുന്നു ഞാൻ എല്ലാം വെളിയിലെടുത്തിടും. ഇവിടെ അദ്ദേഹത്തിന്റെ പഴയ ചില കഥകളും ഒക്കെ, കാമകേളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോകൾ വരുന്നു. പിന്നെ തുണ്ടെന്നൊക്കെ പറഞ്ഞുള്ള കുറെ കാര്യങ്ങൾ വരുന്നു. സുധാകരൻ വേറെ ചില നിലപാടുകൾ എടുക്കുന്നു. അപ്പൊ KPCC ഉള്ളവർ തന്നെ പല AK ആന്റണിയെ പോലുള്ള വളരെ മുതിർന്ന നേതാക്കൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോഴാണ് ഈ കോപ്രായങ്ങളും ഈ കുത്തിത്തിരിപ്പുമെല്ലാം കോൺഗ്രസിനകത്ത് നടക്കുന്നത്. അവർ ഓരോരുത്തരും ഇഷ്ടം പോലെ വാള് വെച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. കെ മുരളീധരൻ ഒരു വർത്തമാനം പറയും, ഓരോരുത്തരും ഓരോന്നാണ് പറയുന്നത്, യാതൊരു നിലപാടുമില്ലാതെ. ഇതിനിടയിൽ VD സതീശന്റെ ഒരു ഇടപെടലിനെ കുറിച്ചും വലിയ ചർച്ചകൾ നടക്കുന്നു. VD സതീശനാണ് ഇപ്പോൾ വേഗത്തിൽ ഇത് പുറത്തു വരട്ടെ എന്ന് വിചാരിച്ച് ചില ശ്രമങ്ങളൊക്കെ നടത്തി ഈ കഥകളൊക്കെ പുറത്തു വരുത്താനുള്ള ചില അന്തരീക്ഷം ഒരുക്കിയതെന്നുള്ള വാദങ്ങളും കോൺഗ്രസ് ഫോൾഡറുകളിൽ കിടക്കുന്നു. അപ്പോൾ ഒരു വശത്ത് രാഹുൽ മാങ്കൂട്ടത്തെ ഒതുക്കുവാനുള്ള കോൺഗ്രസിന്റെ നിലവിളിയാണ് ഇതിനെ ഈ രീതിയിൽ ഇങ്ങനെ വഷളാക്കിയത്. മറുവശത്ത് CPMന്റെയും BJPയുടെയും പൊളിറ്റിക്കലായിട്ടുള്ള അജണ്ടയ്ക്ക് വേണ്ടി, രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആയുധം കിട്ടുന്നതിന് വേണ്ടിയാണ് ചെയ്തത്. എന്തായാലും കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഇതൊരു വലിയ അശ്ലീലമായി നിൽക്കുന്നുണ്ട്. മറ്റത് തീർച്ചയായിട്ടും പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു വനിതയെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ, ഗർഭചിത്രം പോലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തീർച്ചയായിട്ടും നടന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും നിയമത്തിന്റെ വഴിക്ക് പോകേണ്ടതാണ്. പരാതി ഉള്ളിടത്തോളം കാലം, പരാതി ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, പരാതി ഉള്ളിടത്തോളം കാലം അത് നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകണം. അത് ആ രീതിയിൽ വരട്ടെ. പക്ഷെ ഇപ്പുറത്ത് വളരെ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ അജണ്ടയാക്കി ഇതിനെ കൊണ്ടു നടന്ന് ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായി വരുന്നു എന്നുള്ളത് ഒരു പ്രതീക്ഷയും നമുക്ക് പൊളിറ്റിക്സിൽ തരുന്നില്ല.